ഹായ്, ഇന്ന് നമ്മൾ കുറച്ച് ചീര നടാം കേട്ടോ. ചീരത്തൈകൾ കുറച്ചുകൂടെ മുളച്ച് നിൽക്കുന്നുണ്ട്. ഞാനൊരു വിത്ത് പാകിയ ചീരത്തൈകളാട്ടോ. അപ്പോൾ അതെല്ലാം മുളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കുറച്ച് പറിച്ച് നടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ സ്ഥലത്താണ് ഞാൻ നടാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ എന്ന് വെച്ചാൽ മണ്ണ് ഒന്ന് നമ്മൾ കുത്തി ഇളക്കി ആദ്യം ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നും കൂടി കൊത്തി ഇളക്കിയൊക്കെ ഇട്ടിട്ട് അതിലേക്ക് നടാമെന്ന് വിചാരിച്ചു. ഈ ഒരു കൊത്തണ സാധനം ഞാൻ മുമ്പ് വാങ്ങിച്ചതാട്ടോ. അത് എനിക്ക് ഭയങ്കര കംഫർട്ടാണ്. എന്ന് വെച്ചാൽ നമുക്ക് വലിയ തൂമ്പയൊന്നും എടുത്ത് കളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതേപോലത്തെ ചെറിയൊരു ഇതുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കളിക്കാൻ പറ്റും. പിന്നെ ഞാൻ കൊത്തി ഇളക്കിയ മണ്ണിൽ ഒരു വാനം പോലെ ഒരു കുഴി പോലെ ഇങ്ങനെ ഉണ്ടാക്കി നീളത്തിൽ. അപ്പോൾ നമുക്ക് അതിലിങ്ങനെ ഓരോന്നോരോന്ന് നട്ടാൽ മതി. ചെറിയ ചെറിയ തൈകളായിട്ടോ. അതൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാനായിട്ട് ഇച്ചിരി സമയം എടുക്കും. പിന്നെ ചീര വേഗം പറിച്ച് നടുമ്പോൾ പെട്ടെന്ന് വലുതാവുമെന്നാണ് കേട്ടേക്കണേ. അപ്പോൾ ഞാൻ ചീര ഇങ്ങനെ നട്ട് ലെവലാക്കി ആ വാനം എടുത്ത് കോരിയ സ്ഥലത്ത് ആണ് ചീര നടണത്. ചീരകൃഷി ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട്. വളരെ സക്സസ് ആയിരിക്കും. എപ്പോഴും ഇഷ്ടംപോലെ ചീര കറി വയ്ക്കാനൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ വെള്ളവും നനച്ച് ഇനി നമുക്ക് അതിൻ്റെ ഓരോ ഘട്ടമായിട്ടുള്ള അതിൻ്റെ വളർച്ചയെല്ലാം നമുക്ക് കാണാം. പിന്നെ ഈ ഓറഞ്ച് കളറിലിരിക്കുന്നത് എല്ലാം ഞാൻ മുമ്പ് പാകിയ എൻ്റെ തൈകളെല്ലാം കേട്ടോ. കഴിഞ്ഞ ആഴ്ച നട്ട തൈകളൊക്കെയാണ്. അതെല്ലാം പിടിച്ചിട്ടുണ്ട്. ഒരു 3 ടിന്നിലെ തൈകൾ മാത്രമേ പിടിക്കാത്തുള്ളൂ. ബാക്കിയെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചീര താഴെ നട്ടിട്ടുണ്ട്. നല്ല വലിയ കുഴപ്പമില്ലാതെയൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്കിനി അതിൻ്റെ ഇതൊക്കെ വളർച്ചയൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.